അത് കുടുംബത്തിലെ ഒരാൾക്കൊരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ആ ആവശ്യത്തിനെ അടിയന്തരമായി അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിൽ ഒരു നിധി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുള്ള നിയമപരമായ അന്വേഷണങ്ങളും തുടക്കങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞു. അവര് ഷാജിയെല്ലാം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എല്ലാം ഞാനത് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങണം. ഞാൻ മന്ത്രിശാല കൂട്ട് പോയാലും നിങ്ങളത് തുടങ്ങണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇത്രയും ദിവസം ഞാനൊരു ശരിക്കും ഒരു മന്ത്രി എന്ന നിലയിൽ നിങ്ങളുമായിട്ട് കാണുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ടൊന്നും കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങൾ ഇത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണിത്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ജനങ്ങൾക്ക് ഏതാണ് വണ്ടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നിലനിൽക്കേണ്ടതും ഇതിനെ വളർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് തരാൻ പറ്റുന്നതെല്ലാം തരാനാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് കുറച്ച് DA തന്നിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപേക്ഷ തന്നു കഴിഞ്ഞു, എനിക്ക് നിങ്ങൾ ധനകാര്യമന്ത്രിയുമായി സംസാരിക്കാൻ പറഞ്ഞു. ഞാനിന്ന് ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചു. നമ്മുടെ കയ്യിൽ അതിന് പണമില്ല. എല്ലാ ദിവസവും ഇന്ന് കിട്ടുന്ന 50 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ നൽകുന്നത്. 55 കോടി രൂപയെങ്കിലും KSRTCക്ക് തന്നാൽ മാത്രമേ നമുക്ക് DA വർദ്ധിപ്പിച്ച് മുന്നോട്ട് തരാനുള്ള DA തന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു ഭാഗമെങ്കിലും തന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു DA വർധനം അനുവദിക്കുന്നതിന് വേണ്ടി, കുടിശ്ശിക DA കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രപ്പോസലുമായി ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ CMDയും ഷാജി FNCOയും ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. അദ്ദേഹം അന്ത്യ തീരുമാനം എന്നെ അറിയിക്കുമ്പോൾ ഞാനും നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് അനുവദിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എന്റെ അധികാര പരിധിയില്ല. കാരണം KSRTCയുടെ ബാങ്ക് ബാലൻസിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ ഞാൻ മുമ്പ് എടുത്ത് തന്നേനെ. അതിനെനിക്ക് ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രി അതിന് വളരെ അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ, ഞാൻ രണ്ടുപേരെയും ചുമതലപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം കണക്കുകളുമായി എന്താണ് കമ്മിറ്റ്മെന്റ് എന്നായിട്ട് കണക്കുകളുമായി ചെല്ലാൻ CMD അയക്കാൻ പറഞ്ഞു. അപ്പൊ ഷാജിയും കൂടി കണക്കുമായിട്ട് കൂടെ പോകാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മള് ഒരുമിച്ച് നിന്നാൽ ഏതും സാധിക്കുമെന്ന് മനസ്സിലായാലും